പ്രദേശത്തെ കൃഷിയോഗ്യമാക്കി എടുത്തുകൊണ്ടിരിക്കുകയാണ്. വർഷത്തിലേറെ പഴക്കമുള്ള തോടാണിത്. കരുവാറ്റ പഞ്ചായത്തിന്റെ അതിർത്തി നിർണ്ണയിക്കുന്നതും ഈ തോട് തന്നെ. എന്നാൽ ഏകദേശം 50 വർഷക്കാലമായി ഈ തോട് നീരൊഴുക്ക് പോലുമില്ലാതെ ഉപയോഗശൂന്യമായി കിടക്കുകയായിരുന്നു. ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ ഭാഗമായി പഞ്ചായത്ത് ഈ തോടിനെ ഉപയോഗപ്രദമാക്കിയെടുത്തിരിക്കുകയാണ്. തൊട്ടു മുന്നേ കണ്ട് കൃഷിയോഗ്യമാക്കിക്കൊണ്ടിരിക്കുന്ന ആ നിലത്തിലേക്കും ജലസേചനത്തിനുള്ള വെള്ളം എടുക്കുന്നത് ഈ തോട്ടിൽ നിന്നുമായിരിക്കും. തഴുമടം പാടശേഖരമാണ് ഈ കാണുന്നത്. കഴിഞ്ഞ 20 വർഷക്കാലം തരിശായി കിടന്നിരുന്ന 10 ഹെക്ടർ ഭൂമിയുടെ ഭാഗമാണ് തഴുമടം പാടശേഖരം. 2008-2009 സാമ്പത്തിക വർഷത്തിലാണ് ഈ ഭൂമി കൃഷിയോഗ്യമാക്കിയെടുത്തത്. ഇപ്പോൾ ഇവിടെ ഒരു വിളവെടുപ്പ് കഴിഞ്ഞിരിക്കുകയാണ്. ഇനി അടുത്ത വിളവെടുപ്പ് വിഷുക്കാലത്താണ്. അതിനു മുന്നേ ഇവിടെ കൃഷിയിറക്കിയിരിക്കുന്നത് എള്ളാണ്. കൃഷി വകുപ്പിന്റെ നിർദ്ദേശമനുസരിച്ച് നീറ്റുകക്ക, രാസവളം, കീടനാശിനി, നെൽവിത്ത് എന്നിവ സൗജന്യമായി നൽകി. ഇതിലൂടെ 53 ടൺ നെല്ല് അധികമായി ഉൽപ്പാദിപ്പിക്കുവാൻ കഴിഞ്ഞു. 2005-2006 മുതൽ 5 പാടശേഖരങ്ങളിൽ 2 തവണ കൃഷിയിറക്കി ആകെ 1425 ടൺ നെല്ല് പുഞ്ചകൃഷിയിൽ നിന്ന് ഉൽപ്പാദിപ്പിച്ചിട്ടുണ്ട്. പാടശേഖരത്തിന് സമീപം 2 സംഭരണശാലകളും 1 മോഡേൺ റൈസ് മില്ലും സ്ഥാപിക്കുക എന്നതാണ് കരുവാറ്റ പഞ്ചായത്തിന്റെ അടുത്ത ലക്ഷ്യം. സമഗ്ര പച്ചക്കറി കൃഷിയാണ് മറ്റൊരു പദ്ധതി. 2006-2007 മുതൽ എല്ലാ വീടുകൾക്കും സൗജന്യമായി പച്ചക്കറി വിത്ത് നൽകി. എല്ലാ വാർഡുകളിലും ഇപ്പോൾ വീടുകളോട് ചേർന്നുള്ള ചെറിയ ചെറിയ പച്ചക്കറി തോട്ടങ്ങൾ ദൃശ്യമാണ്. ഒരു വീട്ടിലെ ഒരു മാസത്തേക്ക് ആവശ്യമായ പച്ചക്കറിയൊന്നും നമുക്ക് പൂർണ്ണമായി ഉൽപ്പാദിപ്പിക്കാൻ കഴിഞ്ഞെന്ന് വരില്ല. എന്നാൽ ഉപയോഗശൂന്യമായി കിടക്കുന്ന സ്ഥലത്ത് കുറച്ചൊക്കെ നമുക്കും കൃഷി ചെയ്യാം. ഇത് മുന്നിൽ കണ്ടാവും കരുവാറ്റ പഞ്ചായത്ത് വീടുകൾ തോറും പച്ചക്കറി കൃഷി ഇറക്കുന്നതിനെ പ്രോത്സാഹിപ്പിക്കുന്നത്. സമഗ്ര വാഴകൃഷിയിലൂടെ എല്ലാ വീടുകളിലും 2006-2007 വർഷത്തിൽ ഞാലിപ്പൂവൻ വാഴവിത്ത് സൗജന്യമായി കൊടുത്തത് മൂലം വാഴകൃഷി നടത്തിവരുന്നു. പശുവിൻ പാല് ആരോഗ്യത്തിന് ബെസ്റ്റാണെന്ന കാര്യം ഇനി ആർക്കും പറഞ്ഞു തരേണ്ടതില്ലല്ലോ. കരുവാറ്റ പഞ്ചായത്തിലെ കുടുംബശ്രീ യൂണിറ്റുകളിലായി കഴിഞ്ഞ 2 വർഷത്തിനുള്ളിൽ 50 വീടുകളിലാണ് 2 പശുക്കളെ വീതം നൽകിയിരിക്കുന്നത്. ക്ഷീര കർഷകരെ സഹായിക്കുന്നതിനു വേണ്ടി കഴിഞ്ഞ 5 വർഷക്കാലം കൊണ്ട് 3,25,000 രൂപയുടെ കാലിത്തീറ്റ മൃഗസംരക്ഷണ വകുപ്പും പഞ്ചായത്തും സംയുക്തമായി നൽകിയിട്ടുണ്ട്. ഭക്ഷ്യസുരക്ഷയുടെ ഭാഗമായി കരുവാറ്റ പഞ്ചായത്ത് നടത്തുന്ന മറ്റൊരു കൃഷിയാണ് മത്സ്യകൃഷി. 2008-2009 കാലഘട്ടങ്ങളിലായി ഇവിടുത്തെ പൊതുകുളങ്ങളിൽ 1 ലക്ഷത്തോളം മത്സ്യക്കുഞ്ഞുങ്ങളെയാണ് നിക്ഷേപിച്ചിട്ടുള്ളത്. ഈ ദൃശ്യങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ നമ്മുടെ ജഡ്ജസിന് കുറേ കാര്യം ഇവരോട് ചോദിച്ചറിയാനുണ്ട്. കണ്ണമാഷേ, കൃഷിയോഗ്യമാക്കിയത് ആകെയുള്ള 62 ഹെക്ടറിൽ നിന്ന് 25 ഹെക്ടർ കഴിഞ്ഞ വർഷത്തെയാണ് സാറേ. ഇപ്പോൾ പൂർണ്ണമായും ഞങ്ങൾ കൃഷിയോഗ്യമാക്കി കഴിഞ്ഞു, തരിശ് മുഴുവനും. ബാക്കിയുള്ളത് ഈ പ്രാവശ്യം ഞങ്ങൾ കൃഷി ഇറക്കാൻ പോവുകയാണ്. അപ്പോൾ ഇപ്പോൾ ഏകദേശം 62 ഹെക്ടറും വീണ്ടെടുത്തു കഴിഞ്ഞു. എടുത്തു കഴിഞ്ഞു. ഈ 62 ഹെക്ടറും സ്വകാര്യ ഭൂമിയാണോ? അല്ല, വ്യക്തികളുടേതാണ്, സ്വകാര്യ വ്യക്തികളുടേതാണ്. പക്ഷെ ഞങ്ങൾ സ്വകാര്യ വ്യക്തികളുടെ യോഗങ്ങൾ വിളിച്ചു കൂട്ടിക്കൊണ്ട് ഇതിങ്ങനെ തരിച്ചിടാൻ പാടില്ല, അതുകൊണ്ട് പഞ്ചായത്ത് ഇന്ന സഹായങ്ങൾ നൽകും, അതുകൊണ്ട് സ്വന്തമായി കൃഷി ഇറക്കണം. കൃഷി ഇറക്കിയില്ലാത്ത പക്ഷം കുടുംബശ്രീ അംഗങ്ങളെ കൊണ്ട് പഞ്ചായത്ത് തന്നെ ഏറ്റെടുപ്പിച്ച് കൃഷി നടത്തും എന്നൊക്കെ സ്വല്പം ഭീഷണിയൊക്കെ പറഞ്ഞിട്ടാണ് കൃഷി. എന്നാൽ പോലും ഞങ്ങളുടെ സഹകരണം കൊണ്ട് കാർഷിക മേഖലയിൽ പിന്നോക്കം നിന്നിരുന്ന ഒട്ടേറെ കർഷകരും കൃഷിക്കാരും വസ്തു ഉടമകളും ഒക്കെ നല്ല ആവേശത്തോടു കൂടി കൃഷിയിലേക്ക് തിരിച്ചു വരുന്നുണ്ട്. അവർക്ക് ലാഭകരമല്ലാത്തത് കൊണ്ടാണോ താല്പര്യമില്ലാത്തത് കൊണ്ടാണോ അങ്ങനെ തരിച്ചിട്ടത്? ഒന്നാമത് ലാഭകരമല്ല എന്നുള്ളൊരു അഭിപ്രായം കൃഷിക്കാർക്കുണ്ട്. കൂടാതെ ഇത്രയും കാലം കൃഷി ചെയ്യാതെ കിടന്നിരുന്നത് കൊണ്ട് നേരത്തെ ഉണ്ടായിരുന്നില്ല നീർച്ചാലുകളൊക്കെ അടഞ്ഞു പോവുകയും ജലനിർഗമനത്തിനുള്ള
സൗകര്യമില്ലാതെ പോവുകയൊക്കെ ചെയ്തതുകൊണ്ടാണ് കൂടുതലും കൃഷി ഇറക്കാതിരുന്നിട്ടുള്ളത്. പക്ഷേ ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി വലിയൊരു അനുഗ്രഹമായിട്ടാണ് ഈ പ്രദേശങ്ങൾക്ക് ഞങ്ങൾക്ക് അനുകൂലമാക്കി എടുക്കുവാൻ കഴിഞ്ഞിട്ടുള്ളത്. ആ പദ്ധതി ഉപയോഗിച്ച് മുഴുവൻ നിലവും തരിശു കിടന്നത് തെളിച്ചു കൊടുക്കുകയും പാടശേഖരങ്ങളുടെ നീർച്ചാലുകൾ നന്നായി തെളിച്ച് വെള്ളം എല്ലാ പ്രദേശത്തും എത്തിക്കുവാൻ. ഏറ്റവും പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് 4 വശവും വെള്ളത്താൽ ചുറ്റപ്പെട്ട ഏറ്റവും കൂടുതൽ ജലസമൃദ്ധിയുള്ള ഒരു പഞ്ചായത്താണ്. അതിനെ നേരാവണ്ണം നമുക്ക് ഉപയോഗിക്കാൻ കഴിഞ്ഞിരുന്നില്ല എന്നുള്ളതായിരുന്നു പോരായ്മ. അതിപ്പോൾ ഞങ്ങൾ നികത്തിയെടുത്തുകൊണ്ട് ഈ പദ്ധതിയിൽ കൂടി നന്നായി കൃഷി ഇറക്കുന്നതിന് അതിനെ ഈ ദേശീയ തൊഴിലുറപ്പ് പദ്ധതി ഉപയോഗിച്ച് ചെയ്യുന്നു. തൊഴിലുറപ്പ് പദ്ധതി ഇല്ലായിരുന്നെങ്കിൽ ഞങ്ങൾ കയറിയ 2005 മുതൽ കാർഷിക മേഖലയ്ക്ക് ഞങ്ങളുടെ പദ്ധതി പണത്തിൽ 40% മുകളിൽ പണം ചെലവഴിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പഞ്ചായത്താണ്. കൃഷിയെ പരിപോഷിക്കാതെ ജീവിക്കാൻ കഴിയില്ല എന്നുള്ള ഒരു കർഷക തൊഴിലാളി കുടുംബത്തിൽ നിന്നും കൂടെ വന്ന ഒരു പ്രസിഡന്റാണ് ഞാൻ. അതുകൊണ്ട് തീർച്ചയായും എനിക്ക് അതിനെ പ്രോത്സാഹിപ്പിച്ചു കൊണ്ടുപോകണം തന്നെയാണ്. ഈ തൊഴിലുറപ്പ് പദ്ധതിയിൽ കൂടുതലായിട്ടും മുന്നോട്ട് വരുന്നത് സ്ത്രീകളാണോ? സ്ത്രീകളും പുരുഷന്മാരും വരുന്നുണ്ട്. ആദ്യത്തെ വർഷം ഞങ്ങൾക്ക് സ്ത്രീകളായിരുന്നു കൂടുതൽ. ഇപ്പൊ ഈ വർഷം കൂടുതൽ പുരുഷന്മാരെ ഞങ്ങൾക്ക് പങ്കെടുപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ കൂടുതൽ യോഗങ്ങൾ വിളിച്ചു കൂട്ടിക്കൊണ്ട് അവരെ ബോധവൽക്കരിച്ചതിന്റെ അടിസ്ഥാനത്തിൽ പുരുഷന്മാർ മുന്നോട്ട് വരുന്നുണ്ട്. NREGയിൽ പണിയെടുക്കുന്ന ആളുകളിലെ ഏറ്റവും പ്രായം കൂടിയ ആൾക്ക് എത്ര വയസ്സ് കാണും? നിങ്ങളെ ഈ വീഡിയോ കാണുന്നതിൽ കുറേ വയസ്സായ ആളുകളെയൊക്കെ കാണുന്നുണ്ടല്ലോ. ഏതാണ്ട് 70-80 വയസ്സിനടുത്തുള്ള ആൾക്കാർ വരെ ജോലി എടുക്കുന്നുണ്ട് സാർ. തരിശ് കൃഷിയാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളിൽ അവരെ പണിയെടുത്തിട്ടുണ്ടോ? എല്ലാത്തിലും വരുന്നുണ്ട്. പക്ഷേ ഞങ്ങൾ യോഗങ്ങളിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, പ്രായമുള്ള ആൾക്കാർ ഇറങ്ങിയാൽ വലിയ കഷ്ടപ്പാടുള്ള പണി അവരെ കൊണ്ട് ചെയ്യിക്കാതെ എല്ലാവരും ചെറുപ്പക്കാരായിട്ടുള്ള ആൾക്കാർ അവരെ കൂടി സഹായിക്കുന്ന തരത്തിലേക്ക് ജോലി ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. കഷ്ടപ്പാട് ഒരുപാടുണ്ടെങ്കിൽ തീർച്ചയായും അവർ പിന്നീട് ജോലിയിൽ വരില്ല. അവരെ അതേപോലെ മറ്റുള്ളവർ സഹായിക്കുന്നുണ്ട്. പിന്നൊന്ന് അറിയാനുള്ളത്, ആ വെള്ളത്തിൽ ചെളി നിറഞ്ഞ വെള്ളത്തിൽ ഇറങ്ങി നിന്ന് പണിയെടുക്കുന്ന സ്ത്രീകൾ പലരും കഴുത്തറ്റം വെള്ളം നനഞ്ഞു വരുന്നതായിട്ട് കാണുന്നുണ്ട്. ആരോഗ്യ പ്രശ്നങ്ങൾ ഇല്ല സാറേ. ഞങ്ങളുടെ പഞ്ചായത്തിൽ ഞങ്ങൾ ജോലിക്ക് ഇറക്കുന്നതിന് മുൻപ് തന്നെ ഹെൽത്തിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റുമായിട്ട് അവർ വന്ന് ഗുളിക കൊടുത്ത് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രം, അതുപോലെ തന്നെ മുറിവുകളും മറ്റു കാര്യങ്ങളും അസുഖങ്ങളും ഉള്ളവരെ ഞങ്ങൾ ജോലിക്ക് ഇറക്കാറില്ല. ആവശ്യമായ പ്രതിരോധ മരുന്ന് കൊടുത്തതിന് ശേഷം കഴിച്ചു എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രമേ ജോലിക്ക് ഇറക്കാറുള്ളൂ. ഇനി എന്ന് അറിയാനുള്ളത്, അയൽപ്പക്ക പഠന വീട്, അതിന്റെ പ്രയോജനം എത്ര കുട്ടികൾക്ക് കിട്ടുന്നുണ്ട്? ഇപ്പോൾ 15 SC വിഭാഗത്തിലെ കുട്ടികൾക്കാണ് സാർ ഞങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഈ സാമ്പത്തിക വർഷം ഞങ്ങൾ പഞ്ചായത്തും SSയുമായി സംയുക്തമായി ചെയ്യുന്ന ഒരു പദ്ധതിയാണ്. 15 ഏറ്റവും പാവപ്പെട്ടവരായ SC വിഭാഗത്തിലെ കുടുംബങ്ങളിൽ നിന്ന് വരുന്ന കുട്ടികൾക്ക് 4 മണി കഴിഞ്ഞ് ട്യൂഷന് പോകാൻ ഒരു നിവൃത്തിയുമില്ലാത്ത വീടുകളിലെ കുട്ടികളെ, എന്നാലൊരു ട്യൂഷൻ ക്ലാസ് ആയിട്ടല്ല ഞങ്ങൾ എടുക്കുന്നത്, അവരുടെ പഠന പ്രക്രിയയ്ക്ക് ഒരു സഹായം മാത്രമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിന് ഞങ്ങളുടെ പഞ്ചായത്തിലെ സന്നദ്ധ പ്രവർത്തകരും ഈ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എന്ന് പറയുന്ന ഒരു അധ്യാപകനാണ്, അദ്ദേഹത്തിൻ്റെയും എല്ലാവരുടെയും നല്ല സഹായം അതിനുവേണ്ടി കിട്ടുന്നുണ്ട്. അത് കൂടുതൽ വ്യാപിപ്പിക്കണമെന്നാണ് ഞങ്ങൾ ഈ സാമ്പത്തിക വർഷം അതിനുവേണ്ടി കൂടുതൽ കുട്ടികളെ അവിടെ പങ്കെടുപ്പിക്കുന്നതിനുള്ള എത്രകാലമായിട്ടുള്ള പ്രവർത്തനമാണ്? അതിന്റെ ഫലം എന്തുണ്ടെന്നുള്ളത് വല്ലതും ശ്രദ്ധേയമായിട്ട് പറയാനുണ്ടോ? 6 മാസമേ ആയിട്ടുള്ളൂ ഇത് ആരംഭിച്ചിട്ട്. 6 മാസമേ ആയിട്ടുള്ളൂ. കേന്ദ്രങ്ങളിലേക്ക് വ്യാപിപ്പിക്കണമെന്നുണ്ട്. ഇത് നമ്മൾ പഠനത്തിനൊരു ട്യൂഷൻ അല്ല. ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വീട്ടിൽ പോയിരുന്ന് പഠിക്കാനുള്ള മറ്റ് സൗകര്യങ്ങളില്ലാത്ത പാവപ്പെട്ട കുട്ടികൾക്ക് ആ സൗകര്യം കുറച്ച് സമയത്തേക്ക് 4:30 മണി മുതൽ 6:30 മണി വരെ, അതുപോലെ ലഘുഭക്ഷണവും അവർക്ക് കൊടുക്കും. അങ്ങനൊരു ബൂസ്റ്റിംഗ് മാത്രമാണ് അത് ഉദ്ദേശിച്ചത്. നാളെ ഒരു ഗവൺമെൻറ് ഉത്തരവ് വരെയാണ് തൊഴിലുറപ്പ് പദ്ധതിക്കാരെ കൃഷിക്ക് സ്വന്തം സ്ഥലത്ത് കൃഷി ചെയ്യുന്നതിന് സഹായിക്കുന്ന പ്രവൃത്തികൾ ചെയ്യാൻ പാടില്ല. ഇനിമേലാൽ സബ്സിഡി നിർത്തിയിരിക്കുന്നു. വളം, വിത്ത് ആദ്യമായവ കാശ് കൊടുത്ത് വാങ്ങണം. അങ്ങനെ വന്നാൽ പഞ്ചായത്തിൽ ഈ പറയുന്ന നിലങ്ങളിൽ കൃഷി നടക്കുമോ? തീർച്ചയായിട്ടും ഞങ്ങൾ കൃഷി മുന്നോട്ട് കൊണ്ടുപോകും. ജനങ്ങളുടെ ജനപങ്കാളിത്തത്തോടുകൂടി അവരെ ബോധവൽക്കരിച്ച് ഈ ആനുകൂല്യങ്ങളെല്ലാം നിർത്തപ്പെട്ടാലും, പണ്ട് കൃഷി ഇറക്കിയിരുന്നത് ആരുടെയും ആനുകൂല്യങ്ങൾ ആയിരുന്നില്ല എന്നുള്ള ഒരു കാലം ഉണ്ടായിരുന്നു. ആരും ഒരു കൃഷിക്കും ആനുകൂല്യം കൊടുക്കാതെ വസ്തു ഉടമകൾ കൃഷി ചെയ്തിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. ആ കാലത്തിലേക്ക് ഞങ്ങൾ ഞങ്ങളുടെ പ്രദേശത്തെ തിരിച്ചു കൊണ്ടുവരും. വെരി ഗുഡ്. അതാണ് സാമർത്ഥ്യം. ഉൽപാദനക്ഷമത കൂട്ടാൻ സാധിക്കുന്നുണ്ടോ എന്നാണ് മാഷി ചോദിച്ചതിന്റെ. ഉൽപാദനക്ഷമത വർദ്ധിപ്പിച്ചിട്ടുണ്ട് സാറേ. അല്ല, ഇപ്പോഴത്തെ ഉൽപാദനക്ഷമത എത്രയാണ്? ഒരു ഹെക്ടറിൽ നമുക്ക് കിട്ടുന്നത് ഇപ്പം 2.5 ടൺ നെല്ല് കിട്ടും. നമുക്ക് 2.5 ടൺ ഒരു കൃഷിക്ക് എന്ന് പറഞ്ഞാൽ 1 ഏക്കറിന് 1 ടണ്ണേ ആയുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1000 കിലോ. അത് ആ ഒരു ഉൽപാദനം കൊണ്ട് ചെലവ് നിർവഹിക്കാൻ സ്വല്പം ബുദ്ധിമുട്ടായിരിക്കും, നല്ല ബുദ്ധിമുട്ടായിരിക്കും. അധികം ഉൽപ്പാദിപ്പിക്കാൻ കഴിഞ്ഞാൽ ഞാൻ അധികമല്ല ചോദിച്ചത്, ആകെ എത്ര കിട്ടുന്ന ചോദിച്ചു.
ആകെ ഒരു ഹെക്ടറിൽ നമുക്ക് 5 ടൺ നെല്ല് ഉൽപ്പാദിപ്പിക്കാൻ നോക്കും ഒരു കൃഷിയിൽ. ആ, അത് കൊള്ളാം. 25 ലക്ഷം